പാർലമെന്റിൽ ഇന്നലെ സുപ്രധാനപ്പെട്ട ഒരു ബില്ല് വഖഫ് ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. പല ഭേദഗതികളും കൊണ്ടുവരാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നു. വലിയ പ്രക്ഷോഭം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഉയരുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ലിലെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പല വ്യവസ്ഥകളും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ആ ബില്ലിന്മേലൊരു ചർച്ച നടത്താൻ വേണ്ടി, സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി പാർലമെന്ററി കാര്യ സമിതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നത് വ്യക്തമാണ്. എങ്കിലും അതിനുള്ളറകളിലേക്ക് പരിശോധിക്കുമ്പോൾ ദാവൂദ് സർ, എന്താണ് ഈ ഭേദഗതി കൊണ്ട് ഉന്നമിടുന്നത്? ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ഉന്നം വഖഫ് പ്രോപ്പർട്ടി കയ്യേറുക, നശിപ്പിക്കുക എന്ന ആ വലിയൊരു സ്ഥാപനത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവർ പുറമേക്ക് പറയുന്ന വലിയൊരു നുണയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഭേദഗതി കൊണ്ടുവരുന്നത്. ഇത് യഥാർത്ഥത്തിൽ നുണയാണ്. കാരണം 2013 ഇപ്പം നിൽക്കുന്ന വഖഫ് ആക്ട് 2013 റഹ്മാൻ ഖാൻ അവതരിപ്പിച്ച വഖഫ് ആക്ട് ആണല്ലോ. അതിനകത്ത് തന്നെ സ്ത്രീകളുടെ ബോർഡ് അംഗത്വം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേന്ദ്ര വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും സ്ത്രീ അംഗങ്ങളും ഉണ്ട്. ഇനി ഈ വഖഫ് ബോർഡിൽ സ്ത്രീകൾ കയറാൻ പാടില്ല, സ്ത്രീകൾ കയറിയാൽ എന്തോ കുഴപ്പമാകും, അങ്ങനത്തെ ഒരു യാഥാസ്ഥികത്തിനെതിരായുള്ള ഒരു പുരോഗമനപരമായ ചുവടുവെപ്പാണ് നിയമം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. വഖഫ് ബോർഡ് ചെയർപേഴ്സൺ, ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊക്കെ നിയമം വരുന്നതിന് മുമ്പ് തന്നെ 3 സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് അധ്യക്ഷരായിട്ട് സ്ത്രീകളുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്, പഞ്ചാബിലുണ്ടായിട്ടുണ്ട്, ജമ്മു കാശ്മീരിലുണ്ടായിട്ടുണ്ട്. ഇത് കിരൺ റിജിജു ഇങ്ങനെ നിയമം ഉണ്ടാക്കിയ കാലത്തല്ല, അല്ലെങ്കിൽ 2013 നിയമം ഉണ്ടാക്കിയ കാലത്തുമല്ല. അപ്പോൾ വഖഫ് ബോർഡിൽ സ്ത്രീകൾ നിരോധിക്കപ്പെട്ട ഒരു സ്ഥലമാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് സ്ത്രീകളെ പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഭേദഗതി എന്ന് പറയുന്നത്. ശുദ്ധ നുണയാണ്. നിലവിലെ നിയമത്തിൽ തന്നെ സ്ത്രീകളുടെ അംഗത്വം ഉള്ളതാണ്. കേരളത്തിലെ വഖഫ് ബോർഡിൽ സ്ത്രീകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത് നോക്കൂ, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവർ, അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊരു വ്യവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി. ദേവസ്വം ബോർഡിൽ, ഗുരുവായൂർ ദേവസ്വത്തിൽ, കൊച്ചിൻ ദേവസ്വത്തിൽ, മലബാർ ദേവസ്വത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാകണം എന്നൊരു ഭേദഗതി കേരളത്തിൽ കൊണ്ടുവരും. അങ്ങനെ സംഭവം ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് എനിക്ക് തോന്നുന്നത് BJPയുടെ രാഷ്ട്രീയ പദ്ധതിയാണത്. അവർക്ക് അല്ലെങ്കിൽ തന്നെയും അതിൽ വന്ന പല വ്യവസ്ഥകളും BJPക്ക് ആവശ്യമുള്ള ആളുകളെ കയറ്റാനുള്ള വ്യവസ്ഥകളുണ്ട്. അത് കൂടാതെ എല്ലാ വഖഫ് ബോർഡുകളിലും തങ്ങൾക്ക് ആധിപത്യം ഉണ്ടാക്കാനുള്ള കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രകടമായിട്ട് തന്നെ. ഇപ്പം വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം ആരാധനാലയങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള വെൽഫെയർ ഇൻസ്റ്റലേഷൻസ്, വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് നടത്തുന്ന സ്ഥാപനമാണ്, മതസ്ഥാപനങ്ങളാണ്. വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് നൽകുന്ന ദാനമാണ്. ആ ഒരു തീർത്തും മതപരമായിട്ടുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ആ മതത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്ത് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ ഇത് തന്നെയാണ്, ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിലൊരു കൗതുകകരമായ കാര്യം, 10 വർഷത്തിന് ശേഷം നമ്മൾ JPC-യെക്കുറിച്ച് കേൾക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഒരു ബില്ല് വിടുന്നത്. അത് എന്ത് തന്നെയല്ല, അവർ പരിശോധിച്ചിട്ട് അങ്ങനെ തന്നെ നടപ്പിലാക്കിയ, ഞാൻ പറയുന്ന ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണത്. പാർലമെൻറ്റിൽ വെച്ചൊരു ബില്ല്, ഒരു ചർച്ചയ്ക്കും അവസരം കൊടുക്കാതെയാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു ബില്ല് JPC-യുടെ ഒരു സ്ക്രൂട്ടിനിക്ക് പോകുന്നു എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, 2013 ഇപ്പം റഹ്മാൻ ഖാൻ അവതരിപ്പിച്ച ബില്ലുണ്ടല്ലോ, അത് JPC സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് അവതരിപ്പിക്കപ്പെടുന്നത്, മനസ്സിലാക്കണം കേട്ടോ. എന്നതിന് ശേഷം പാസ്സായിട്ടുള്ളൊരു ബില്ലാണത്. അപ്പോൾ ആ നിലക്ക് JPC സ്ക്രൂട്ടിനിക്ക് പോകുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ എനിക്കിതിൽ രാഷ്ട്രീയമായി ആശ്ചര്യം ഉണ്ടാക്കിയൊരു കാര്യം, JDU-യും TDP-യും ഇതിനെ അനുകൂലിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ JDU എന്ന് പറയുന്നത് അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ കൂടെ പിന്തുണയിൽ നിൽക്കുന്നൊരു പാർട്ടിയാണ്. വളരെ പ്രകടമായും മുസ്ലിം വിരുദ്ധം എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നൊരു ബില്ലാണ്. അതേക്കുറിച്ച് JDU അവരൊരു അഭിപ്രായം പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർ സമ്പൂർണ്ണമായി ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് ആശ്ചര്യം ഉണ്ടാകുന്ന കാര്യമാണ്. JDU അവരുടെ ഒരു രാഷ്ട്രീയ ഭാവി, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, സേഫ് സോൺ അല്ല, അതാണ് ഞാൻ പറയുന്നത്. അവരെ സംബന്ധിച്ച് മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുത്തു എന്നുള്ളത് എനിക്കിപ്പോഴും ആശ്ചര്യമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ആ ബില്ല് വായിച്ച്, ഞാൻ അതിൻ്റെ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ വേണ്ടിയുള്ള
നിയമനിർമ്മാണമൊക്കെ അമിത്ഷാ പോക്കറ്റിൽ നിന്ന് എടുത്ത് വായിക്കുമായിരുന്നു. അതെ അതെ. അപ്പോൾ അതിന് അത്രയൊക്കെ മതി. അത് അവർക്ക് പേപ്പറിൽ എഴുതി വായിച്ചാലും അതൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല പ്രശ്നം. ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷത്തിന് അംഗസംഖ്യയുണ്ട്, അവരുടെ വോയിസ് കേൾക്കപ്പെടുന്നുണ്ട്, അവർക്ക് വാദിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അത്തരം ഒരു പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ഒരു ഡ്രാഫ്റ്റ് അല്ല ഇത്. അവരുടെ മറ്റെല്ലാ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും മാറ്റിവെച്ചിട്ട്. കാരണം വെച്ചാൽ ഇത് വളരെ എന്താണ് പറയുക, അമച്വറായിട്ടുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിയും ഉപയോഗിക്കാതെയാണ്. ഡയറക്റ്റ് എന്താണ് അതും എഴുതി വാങ്ങിക്കുന്നത് പോലെ ഡയറക്റ്റ് നടത്തുന്ന ഒരു എൻക്രോച്ച്മെൻ്റ് ആയിട്ടാണ് ആ ഡ്രാഫ്റ്റ് നമുക്ക് തോന്നുക. അപ്പോൾ എത്രയോ ബുദ്ധിപരമായിട്ട് അതൊക്കെ ചെയ്യാം പല വാക്കുകൾ. ഇതെന്ന് പറഞ്ഞാൽ ആ ഡ്രാഫ്റ്റിലെ ഓരോ പ്രൊവിഷനും നമ്മളെടുത്ത് വായിച്ചിട്ട് ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാൻ അത് എഴുതിയാൾക്ക് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായിരിക്കും എന്നാണ് 2013 ലോയിൽ പറയുന്നത്. ഒരു വഖഫ് സ്വത്ത് സംബന്ധിച്ച തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായിരിക്കും. ഈ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ ജഡ്ജിയാണ് വഖഫ് ട്രൈബ്യൂണൽ. ജില്ലാ ജഡ്ജിയെ ഇങ്ങോട്ട് അയക്കുകയാണ് ട്രൈബ്യൂണലിലേക്ക്. അതായത് ഒരു ജുഡീഷ്യൽ പ്രോസസ്സാണ്. അതിന് പകരം ആ തീരുമാനം എടുക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കോ അതിന് കീഴിലുള്ള ഏതെങ്കിലും തഹസിൽദാർക്കോ കൊടുക്കുകയാണ്. അതായത് ജുഡീഷ്യറിയിൽ നിന്ന് ഒരു തർക്കപരിഹാര അധികാരം എടുത്ത് ഒരു ഒരു എക്സിക്യൂട്ടീവിന് കൊടുക്കുകയാണ്. എളുപ്പമായ കാര്യങ്ങൾ. അതായത് ഏത് വഖഫ് ഭൂമിയെക്കുറിച്ചും തർക്കം ഉന്നയിക്കാനും ആ തർക്കം സർക്കാരിൻ്റെ ഇംഗിതം അനുസരിച്ച് ആ വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറ്റാനും കഴിയും വിധമാണ്. ഇത് വളരെ എന്താണ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൽ നിയമപരമായ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു ബുദ്ധി ഇൻ്റലിജൻസ് പോലും പ്രയോഗിക്കേണ്ടത്. ഇത് അങ്ങനെയല്ല. ഇത് ഏതോ സംഘപരിവാരക്കാരൻ എഴുതി കൊടുത്തൊരു ഡ്രാഫ്റ്റ് എടുത്തിട്ട് കിരൺ റിജിജു വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു തരത്തിലും മറുപടി, രാഷ്ട്രീയമായോ നിയമപരമായോ മറുപടി പറയാൻ കഴിയാത്തൊരു നിയമ ഭേദഗതിയായിട്ടാണ് ഈ പറയുന്ന ട്രൈബ്യൂണലിൻ്റെ വിഷയത്തിലുള്ളത്. മറ്റൊന്ന്, ഈ പറയുന്ന നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം എന്നുള്ളത്. അതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ലോജിക്ക് BJP-ക്കാർക്ക് പോലും പറയാൻ കഴിയില്ല. അതാണ് പ്രശ്നം. BJP-ക്കാർക്ക് പറയാൻ കഴിയും. അപ്പോൾ ഒരാൾ തിരിച്ചു ചോദിക്കുകയാണ്, ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഒരു നോൺ ഹിന്ദു ആളുകൾ വേണ്ടേ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും മറുപടി പറയാൻ. അതായത് അവരെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു, സ്വന്തം കാലിൽ വെടിവെക്കുന്ന രീതിയിലാണ് ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അതിരൂക്ഷമായ എതിർപ്പ് പാർലമെൻറ്റിനകത്ത് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത് JPC-ക്ക് വിടുന്നുള്ളതാണ്. സബ്ജക്ട് കമ്മിറ്റിക്കാണ് യഥാർത്ഥത്തിൽ വിടേണ്ടത്, പക്ഷേ JPC-ക്കാണ് വിട്ടത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് തൽക്കാലം ഷെൽഫ് ചെയ്യപ്പെട്ടു എന്നാണ്. അതിനി പുറത്തെടുക്കില്ല. കാരണം അത്രമാത്രം നാണം കെട്ടുപോയി ഇന്നലെ പാർലമെൻറ്റിൽ സർക്കാരും കിരൺ റിജിജു എന്തൊക്കെയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. പുറത്ത് BJP നേതാക്കൾ എന്തൊക്കെയാണ് ആ ഡ്രാഫ്റ്റിനെ പറ്റി പറയുന്നത്. ഇത് ഭയങ്കര എന്താണ്, ഒരു എലീറ്റ് വർഗം, ഈ പറയുന്ന ഒരു എലീറ്റ് മുസ്ലിം ക്ലാസ് ഈ വഖഫ് ബോർഡിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആരാണ് എലീറ്റ് ക്ലാസ്? അവരെ മാറ്റാൻ എന്തിനാണ് നിയമനിർമ്മാണം? ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത വിധം അവർ ഡിഫൻസിലായി പോയൊരു ദിവസമാണെന്ന് നമ്മൾ കണ്ടത്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് അതിനി അവർ ഷെൽഫ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് പുറത്തെടുക്കും. JPC-ൽ പോയാലും ആ ബില്ല് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ JDU-ന്റെ TDP-യുടെ കാര്യമുണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും അവർ ഒരു സേഫ് സോൺ അല്ല എന്നറിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്? JDU-യും TDP-യും സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് മറ്റൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. JDU-വിനെ സംബന്ധിച്ച് JDU എന്തുകൊണ്ടാണ് NDA പിന്തുണച്ചത്? JDU എന്ന പാർട്ടി NDA പിന്തുണയ്ക്കാൻ കാരണം അവർക്ക് വേറൊരു തരത്തിൽ നിതീഷ് കുമാറിന് ബീഹാറിൽ നിലനിൽപ്പില്ല. അതായത് JDU മറ്റേ RJD-യോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ RJD-യോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, NDA-ക്ക് വിരുദ്ധമായൊരു പൊസിഷൻ സ്വീകരിച്ച് NDA പിന്തുണയ്ക്കേണ്ടതല്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കാം. അപ്പോൾ NDA പിന്തുണയ്ക്കാൻ എന്ത് കാര്യത്തിൽ എടുത്ത തീരുമാനം എന്തുകൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെയും പിന്തുണയ്ക്കുന്നത്. അവരെ സംബന്ധിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് എന്നുള്ളതല്ല, വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുണ്ട്. ആ ബീഹാർ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച് പ്രധാനമാണ്. TDP-യെ സംബന്ധിച്ച് അത് തന്നെയാണ്. TDP-യെ സംബന്ധിച്ച് അത് തന്നെയാണ്. അപ്പോൾ അതല്ലാതെ അതിലെന്തെങ്കിലും പൊളിറ്റിക്കൽ തോട്ട് വെച്ചിട്ടല്ല. അവരെ സംബന്ധിച്ച് താൽക്കാലികമായ അധികാര ലക്ഷ്യങ്ങൾ മാത്രമാണത്. അതിലെന്തെങ്കിലും തരത്തിൽ റിസെൻമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർ നേരിടും, അത് വേറെ കാര്യം. അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പിൽ JDU അത് നേരിടുകയുള്ളൂ നമുക്ക് നോക്കിയിരുന്നു കാണാം. ഞാൻ വിചാരിക്കുന്നത് താൽക്കാലികമായി ഇതിങ്ങനെ കത്തിച്ച് നിർത്തുക. വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുണ്ട്, ഇങ്ങനെ ഒരു ബില്ല് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് കത്തിച്ച് നിർത്തുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതല്ലാതെ നടപ്പാക്കാൻ ഉദ്ദേശമായിരുന്നെങ്കിൽ അവർ ഏത് വിധേന അത് ചെയ്താൽ. ഇപ്പോൾ രാജ്യസഭയിൽ അവർക്കത് പാസ്സാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൽക്കാലം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുക, എന്നിട്ട് ഷെൽഫ് ചെയ്യുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ച നയം. പൊതുവെ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള ഈ കത്തിക്കലുകൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഉദ്ദേശം ഇതിനോടകം തന്നെ ഏറ്റവും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്.